അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിമനോഹരമായ ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ധാരാളം ദിക്റുകൾക്ക് അഥവാ രാവും പകലും ചൊല്ലുന്ന ധാരാളം ദിക്റുകൾക്ക് പകരം നിൽക്കുന്ന അതിനേക്കാളൊക്കെ മഹത്തരമായ ദിക്റാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തുഅല്ലിമുഹുന്ന അഖിബക മൻ ബഅദക്, താങ്കൾക്ക് ശേഷമുള്ള ആളുകൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല ഒരു ദിക്റാണ് ഈ ദിക്ർ. അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ്, സുബ്ഹാനല്ലാഹി മിൽഅ മാ ഖലഖ്. അർത്ഥം, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികൾ നിറയെ, അവ നിറച്ചും ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. വീണ്ടും പറയുന്നു, സുബ്ഹാനല്ലാഹി അദദ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വസുബ്ഹാനല്ലാഹി മിൽഅ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും എത്ര എണ്ണം സൃഷ്ടികളുണ്ടോ അത്രയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതേപോലെ തന്നെ ആകാശങ്ങളും ഭൂമിയും നിറച്ചും ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വീണ്ടും സുബ്ഹാനല്ലാഹി അദദ മാ അഹ്സാ കിതാബു വസുബ്ഹാനല്ലാഹി മിൽഅ മാ അഹ്സാ കിതാബു. അള്ളാഹുവിൻ്റെ കിതാബ് അഥവാ ലൗഹുൽ മഹ്ഫൂദ്, ആ ലൗഹുൽ മഹ്ഫൂദിൽ എത്രമാത്രം എഴുത്തുകളും കാര്യങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ടോ അത്രയും എണ്ണം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതേപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദ് നിറച്ചും അതെത്രമാത്രമുണ്ടോ ആ കിതാബ് നിറയെ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി അദദ കുല്ലി ഷൈ വസുബ്ഹാനല്ലാഹി മിൽഅ കുല്ലി ഷൈ. എല്ലാറ്റിൻ്റെയും എണ്ണം എത്രയാണോ അഥവാ ഈ മഹാപ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അത്രയും എണ്ണം ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം നിറയെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ, പ്രപഞ്ചത്തിൽ നിറച്ചും എന്തൊക്കെയുണ്ടോ അതെല്ലാം നിറയെ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അപ്പോൾ ഈ നിലക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾ നിറയെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വൽഹംദുലില്ലാഹി അദദ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വൽഹംദുലില്ലാഹി മിൽഅ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടോ അത്രയും സ്തുതികൾ അള്ളാഹുവിന്, ആകാശങ്ങളും ഭൂമിയും നിറച്ചും സ്തുതികളും അള്ളാഹുവിന്. വൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബു വൽഹംദുലില്ലാഹി മിൽഅ മാ അഹ്സാ കിതാബു. അള്ളാഹുവിൻ്റെ കിതാബായ ലൗഹുൽ മഹ്ഫൂദ്, ആ ലൗഹുൽ മഹ്ഫൂദിൽ എത്ര എണ്ണം കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടോ അത്രയും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ആ കിതാബ് നിറയെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വൽഹംദുലില്ലാഹി അദദ കുല്ലി ഷൈ വൽഹംദുലില്ലാഹി മിൽഅ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളും അതിൻ്റെ എണ്ണം എത്രയാണോ അത്രയും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ആ എല്ലാ വസ്തുക്കളും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് നിറച്ചും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക. അത് കഴിഞ്ഞ് പിന്നെ അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്. ഈ ദിക്ർ അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളത് പരിശോധിക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് കേട്ട് പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദിക്ർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നാം എവരെയും സഹായിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.